രാജ്യത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ച് ആരോഗ്യ മന്ത്രാലയം. നിലവിലെ സുരക്ഷാ സംവിധാനത്തിന് പുറമെ 25% അധിക സുരക്ഷ ഏർപ്പെടുത്താനാണ് നിർദ്ദേശം. ആശുപത്രിയിലെ വനിതാ ജീവനക്കാർക്കും സ്ത്രീകളായ രോഗികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, രാജ്യത്തെ എല്ലാ കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷകളാണ് ഇനിയും അധികമായി വർദ്ധിപ്പിക്കേണ്ടത് എന്നാണ് ശുപാർശ ചെയ്യുന്നത്? രോഹിണി, ബംഗാളിൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആശുപത്രികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ഒപ്പം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആശുപത്രികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി പ്രത്യേക ദൗത്യ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആശുപത്രികളിൽ നിലവിലുള്ള സുരക്ഷാ സംവിധാനത്തെക്കാൾ 25% കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതുണ്ട്. ആശുപത്രികളിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേകം മുറികൾ അല്ലെങ്കിൽ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിൽ തന്നെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള താമസ സൗകര്യം അതല്ലെങ്കിൽ ഈ താമസിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ ഉള്ള വിശ്രമ മുറികൾ പ്രത്യേകം ഒരുക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടിയാണ് ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഈ ആശുപത്രികളിലേക്ക് എത്തുന്നവരുടെ ലഗേജുകൾ പ്രത്യേകം പരിശോധിച്ച് ആയുധങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത്യാഹിത വിഭാഗത്തിൽ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം. ജോലി സമയത്ത് ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വനിതകൾക്ക് നേരെയാണ്, സ്ത്രീകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ പര്യാപ്തമായ നിയമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്യുകയും അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രികളിൽ ഒരുക്കണം എന്നുള്ളതാണ് നിലവിൽ പശ്ചിമ ബംഗാളിൽ ആർജിക്കാർ ആശുപത്രിയിൽ തന്നെ ഡോക്ടർ അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് സുപ്രീം കോടതിയും ഈ കേസ് പരിഗണിക്കുകയുണ്ടായി. കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു 10 അംഗ ദൗത്യ സംഘത്തെ ഈ ആശുപത്രികളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധിക്കുന്നതിനും ശുപാർശകൾ നൽകുന്നതിനുമായി നിയോഗിച്ചിട്ടുണ്ട്. കൃത്യമായ നിരീക്ഷണം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ജീവനക്കാരുടെ സംരക്ഷണത്തിന് പ്രത്യേക നിയമങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയും നിരീക്ഷിച്ചിട്ടുള്ളത്. രോഹിണി, ജിഷ്ണു, അതോടൊപ്പം ഈ നിലവിലെ സുരക്ഷാ സംവിധാനത്തിന് പുറമെയാണ് 25% അധിക സുരക്ഷ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് കൃത്യമായി നിരീക്ഷിച്ച് കർശനമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ തന്നെയല്ലേ കേന്ദ്ര സർക്കാർ തീരുമാനം? രോഹിണി, ഇത്തരത്തിൽ അതിക്രമങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ആശുപത്രികളിലെ സുരക്ഷ 25% കൂടി അധികം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമായ പരിശോധന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ മുൻപോട്ട് ഇത്തരത്തിൽ ആശുപത്രികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് കർശനമായി ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള അനുമതികളും നൽകുക. നിലവിൽ നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ആശുപത്രികളിൽ നിലവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെക്കാൾ 25% വർദ്ധിപ്പിക്കണം. അതിലും പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്യാഹിത വിഭാഗത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ആശുപത്രികളിലേക്ക് എത്തുന്നവരെ പ്രത്യേകം പരിശോധിക്കണം. കൂടാതെ ലഗേജുകൾ പരിശോധിച്ച് ആശുപത്രിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ബാഗുകൾ പരിശോധിച്ച് അതിൽ ആയുധങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. വനിതകൾക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ പ്രത്യേക ശ്രദ്ധ വേണം. വിശ്രമ മുറികളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശുപത്രി ജീവനക്കാരിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പ്രത്യേക വിശ്രമ മുറികൾ അനുവദിക്കണം. അതിൽ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക വിശ്രമ മുറികൾ നൽകണം. അത്തരത്തിൽ വളരെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇക്കാര്യങ്ങൾ രാജ്യത്തെ ആശുപത്രികളിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന വിലയിരുത്താനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ആരോഗ്യ മന്ത്രാലയം സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്.